ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ക്യാരമൽ പാലട പായസം വെറൈറ്റി ആയാലോ? പാലട പായസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാലടയല്ല, നമ്മൾ സാധാരണ അടപ്രഥമനൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അടയുണ്ടല്ലോ, അതുകൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ഒന്നാന്തരം ഒരു പാലട പായസം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു പ്രഥമൻ എടുക്കുന്ന അതേ അട തന്നെയാണ്. ഇവിടങ്ങളിൽ നമുക്ക് സുലഭമായി കിട്ടുന്നത് കുത്തുവിളക്ക് ബ്രാൻഡിൻ്റെ അടയാണ് കേട്ടോ. അതൊരു 250 ഗ്രാം പാക്കറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഇതുപോലുള്ള വലിയ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. കൈകൊണ്ട് തന്നെ ഓടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഈ രീതിയിൽ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിക്കണം. അത് നമ്മൾ സാധാരണ അട വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലതുപോലെ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നുറുക്കി മാറ്റി വെച്ച അടയിട്ട് കൊടുക്കുക. അങ്ങനെ ഈ അടയിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അട നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഇടവിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ അടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം കളഞ്ഞെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഈ അടയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലെ ആ ഒരു ചൂട് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അട കൂടുതലായിട്ട് വെന്ത് പോകാതിരിക്കാനായിട്ട് നമുക്കിതിന് മേലെ കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഈ പായസത്തിന് വേണ്ട പാലൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അടയും വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അട ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ആ പാലിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. അതല്ല, അടയൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പാലട പായസത്തിനുള്ള പാലൊക്കെ തിളപ്പിക്കുന്നതെങ്കിൽ വേവിച്ചെടുത്ത അട ഇതുപോലെ കഴുകി പച്ചവെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കുന്നതാവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവ പരസ്പരം ഒട്ടിച്ചേർന്ന് പോകാനുള്ള സാധ്യത കുറയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അട നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് തുടരെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കരിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിലേക്കൊരു 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശേഷം തുടരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ അലിഞ്ഞ് കാരമലൈസ്ഡ് ആയ പഞ്ചസാര ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടണം. അങ്ങനെ കാരമലെല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ലയിച്ച് ചേർന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. കാരണം നമ്മളിവിടെ അട നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം മാത്രം വേവിച്ച് വെച്ച അട ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷേ ഈ പാല് അത്യാവശ്യം തിളച്ച് കുറുകി വരുന്നത് വരെയും കൈയെടുക്കാതെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പാൽ ഏകദേശം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച അട ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ അടയിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു പാല് കുറച്ചുകൂടി ഒന്ന് കുറുകിയിട്ട് ക്യാരമലിൻ്റെയും മറ്റും ഫ്ലേവർ ആ ഒരു അടയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഏലക്കാപ്പൊടി കൂടി ചേർത്തിളക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടിയാണ് നമ്മൾ ഈ ക്യാരമൽ പാലട പായസം തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ ഈ പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അടയാണല്ലോ. അതുകൊണ്ട് തന്നെ ചൂടാറുന്നതിനനുസരിച്ച് പായസം തിക്കായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സോട് കൂടി നമുക്ക് ഈ പായസം സെർവ് ചെയ്യാം. അപ്പോൾ ഒടുവിലായിട്ട് നമ്മളിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിളക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലട ക്യാരമൽ പാലട പായസം റെഡിയായി. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നന്ദി, നമസ്കാരം.